സ്മാർട്ട്ഫോൺ ഉപയോക്താക്കളുടെ പോക്കറ്റ് ചോർത്തുന്ന മറ്റൊരു വാർത്തയാണിപ്പോൾ വരുന്നത്. രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികൾ മൊബൈൽ റീചാർജ് നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ്. 2026 ജൂൺ മാസം മുതൽ നിങ്ങളുടെ മൊബൈൽ ബില്ലുകളിൽ 15% വരെ വർധനവുണ്ടായേക്കാം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ മുൻനിര കമ്പനികളെല്ലാം തന്നെ നിരക്ക് വർധനയുടെ പാതയിലാണെന്നാണ് ഇൻഡസ്ട്രി റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 15% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന്, നിലവിൽ നിങ്ങൾ 299 രൂപയ്ക്ക് ചെയ്യുന്ന റീചാർജിന് ജൂൺ മുതൽ ഏകദേശം 345 രൂപയോളം നൽകേണ്ടിവരും. 5. ജി സാങ്കേതികവിദ്യ രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുന്നതിനായി കമ്പനികൾ വൻതോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം വർദ്ധിപ്പിക്കാനും ഓരോ ഉപയോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം കൂട്ടാനുമാണ് കമ്പനികൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന സ്പെക്ട്രം ലേലങ്ങളും കമ്പനികളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാരം ഉപയോക്താക്കളിലേക്ക് കൈമാറാനാണ് ടെലികോം മേഖലയുടെ നീക്കം. ഇന്ത്യയിൽ ഡാറ്റാ ഉപയോഗം റെക്കോർഡ് വേഗതയിൽ വർദ്ധിക്കുമ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ സേവനങ്ങൾ ലഭിക്കുന്നത്. ഈ അവസ്ഥ മാറ്റാനാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. നിരക്ക് വർധനവ് നിലവിൽ വരുന്നതിനു മുൻപ് ദീർഘകാല പ്ലാനുകൾ റീചാർജ് ചെയ്യുന്നതുവഴി ഒരു പരിധിവരെ അധിക ചിലവ് ഒഴിവാക്കാൻ സാധിക്കും. 365 ദിവസത്തെ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത് നിലവിലെ നിരക്കിൽ സേവനം തുടരാൻ സഹായിക്കും. ഡിജിറ്റൽ ഇന്ത്യയിൽ ഇന്റർനെറ്റും ഫോൺ വിളിയും അത്യന്താപേക്ഷിതമായിരിക്കെ ഈ വിലക്കയറ്റം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും.